ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണങ്ങളും മരവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രതികൾ ഓരോരുത്തരായി പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതികൾ പുറത്തു വരുന്നതോടുകൂടി കേസ് ഏതാണ്ട് അവസാനിച്ചു എന്ന ധാരണയാണ് ഇപ്പോൾ നിലവിലുള്ളത്. തൊണ്ടി മുതൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എത്ര മാസങ്ങളായി അന്വേഷണങ്ങൾ നടക്കുന്നു? ഞാൻ ആദ്യം മുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, തൊണ്ടി മുതൽ എവിടെ? തൊണ്ടി മുതലായ സ്വർണം ഇതുവരെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അറസ്റ്റിലായ ആളുകൾ ഇപ്പം 4ാമത്തെ ആൾ പുറത്തു വന്നിരിക്കുകയാണ് അല്ലേ? മുകേഷ് ബാബു, മുരാരി ബാബു പുറത്തു വന്നിരിക്കുകയാണ്. ഇനി അടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തു വരും. എല്ലാ പ്രതികളും പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കേസിൻ്റെ ഗതി എന്താകും? പുറത്തു വന്ന ആളുകൾ തന്നെ കേസിനെ സ്വാധീനിക്കാൻ ശ്രമിക്കും, തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കും. ഇതൊന്നും കണക്കിലെടുക്കാതെ ഈ അന്വേഷണം ഒരു പ്രഹസനമാക്കി മാറ്റുന്ന നിലയിലേക്ക് പോവുകയാണ്. ഞങ്ങളാരും SITയുടെ ആത്മാർത്ഥതയോ സത്യസന്ധതയോ ചോദ്യം ചെയ്തില്ല. പക്ഷെ ഇപ്പോൾ ചോദ്യം ചെയ്യേണ്ടി വരുന്നു. എന്തുകൊണ്ട് ഭാഗികമായ കുറ്റപത്രം പോലും സമർപ്പിച്ചില്ല? എന്തുകൊണ്ട് പ്രതികൾ ഓരോരുത്തരും പുറത്തു വരുന്നു? ഇത് പറയാനുള്ള ഉത്തരവാദിത്വം SITക്കില്ലേ? ബഹുമാനപ്പെട്ട കോടതിയുടെ നിയന്ത്രണത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരണമെന്നില്ല. പക്ഷേ കോടതി തന്നെ ഈ കാര്യം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. വൻ ശക്തികളെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നു. മുൻ ദേവസ്വം മന്ത്രി എന്തുകൊണ്ട് ചോദ്യം ചെയ്തിട്ട് നടപടി ഉണ്ടായില്ല? ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? ഇതെല്ലാം പ്രസക്തമായ കാര്യമാണ്. ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തുന്ന ശ്രമങ്ങളാണിതെല്ലാം. ഇതിന് SIT വഴങ്ങി കൊടുക്കുന്നു. ഈ അന്വേഷണം ഒരു പ്രഹസനമായി മാറുന്നു എന്നുള്ളതാണ് സത്യം.